ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്രായേലിന്റെ വാന നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായിട്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ വെളിപ്പെടുത്തൽ. ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള 62 റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി കൊല്ലപ്പെട്ടതിന് പ്രതികരണമായിട്ടാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രല്ല പറഞ്ഞു. വാന നിരീക്ഷണത്തിലും വായുവിന്റെ നിയന്ത്രണത്തിനുമായി ഇസ്രായേൽ ആശ്രയിക്കുന്ന കുന്നിൻ പ്രദേശത്തുള്ള കേന്ദ്രത്തിലേക്കാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ നിശബ്ദത പാലിച്ചാൽ ഭാവിയിൽ എല്ലാ ലെബനനും കൊല്ലപ്പെടുമെന്ന് ബെയ്റൂട്ടിലുണ്ടായ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉദ്യോഗസ്ഥനായ സലേഹ് അൽ അറൗറി കൊല്ലപ്പെട്ടതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹിസ്ബുള്ള നേതാവ് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ ആക്രമണം വടക്കൻ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചു. ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും യുദ്ധ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും മന്ത്രാലയം പറഞ്ഞു. ലെബനനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലെ മെറോൺ പ്രദേശത്തേക്ക് ഏകദേശം 40 റോക്കറ്റ് വിക്ഷേപണങ്ങൾ നടന്നതായി ഇസ്രായേൽ സൈന്യം ചൂണ്ടിക്കാണിച്ചു. ഹിസ്ബുള്ളയുടെ പ്രധാന ശക്തി കേന്ദ്രമായ ദഹിയിൽ പലസ്തീനിലെ നഗരങ്ങളിലേതുപോലെ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ഇതിനെതിരെ ഇസ്രായേൽ ബെഞ്ചമിൻ നെതന്യാഹു ശിക്ഷിക്കപ്പെടാതെ കൊല്ലപ്പെടില്ല എന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചിരുന്നു. എന്നാൽ ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം ഇസ്രായേലിന്റെ വെല്ലുവിളിക്കുള്ള മറുപടിയാണെന്നാണ് രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കൊല്ലുന്നതിന് മുമ്പ് വളരെ ക്രൂരമായി ശിക്ഷിച്ചിട്ട് പീഡിപ്പിച്ചിട്ട് മാത്രമേ കൊല്ലൂ എന്നും അത് തങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ ചെയ്യുമെന്നാണ് ഹിസ്ബുള്ളയുടെ വെല്ലുവിളി. ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറായ വിസാം അൽ തവിൽ ആണെന്ന് തിരിച്ചറിഞ്ഞു. ഇന്ന് തന്നെ എലൈറ്റ് റദ്വാൻ സേനയിലെ ഒരു യൂണിറ്റിന്റെ ഡെപ്യൂട്ടി ഹെഡും ജവാദ് എന്നുകൂടി അറിയപ്പെടുന്ന അൽ തവിലാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു. സാലിഹ് അൽ അറൗറി എന്ന് പറയുന്ന ഹമാസിന്റെ ഉന്നതനായ നേതാവിനെ ഹിസ്ബുള്ള സംരക്ഷിക്കാമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ ലെബനനിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് സായുധ സംവിധാനം ഒരുക്കി. കമാൻഡർമാർ ചുറ്റിനും നിന്നു. പക്ഷേ അതിന്റെ ഇടയിൽ നിന്ന് അതിവിദഗ്ധമായി ഇസ്രായേലിന്റെ മൊസാദ് അറൗറിയുടെ തലയങ്ങ് കൊയ്തു വീഴ്ത്തി. അതിന്റെ പ്രതികാരം എന്ന വണ്ണമാണ് ഇപ്പോൾ 65ഉം 66ഉം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചു എന്ന് ഹിസ്ബുള്ള അഭിപ്രായപ്പെടുന്നത്. ആ സമയത്താണ് അടുത്ത നേതാവിന്റെ തലയും തെറിപ്പിക്കുന്നു ഇസ്രായേൽ. ലെബനനിലെ മസ്ജിദുൽ സെൽമിൽ എന്ന മസ്ജിദ്, അവിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ പ്രവർത്തകൻ കാർ ഇടിച്ചാണ് കൊല്ലപ്പെട്ടത് എന്ന് രാജ്യത്തെ ഒരു സുരക്ഷാ സ്രോതസ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. ഈ വാർത്തകൾ വളരെ വേദനാജനകമാണെന്നും ഈ അവസ്ഥ തുടർന്നാൽ വലിയ സംഘർഷങ്ങളും കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു. ദക്ഷിണേന്ത്യയിലെ ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വിസാം അൽ തവിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നതായും മറ്റൊരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ലെബനനിൽ 130ലധികം ഹിസ്ബുള്ള പ്രവർത്തകരും സിറിയയിൽ 19 പ്രവർത്തകരും ഇസ്രായേൽ സൈന്യത്താൽ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഗാസയിൽ ഹമാസിനെതിരെയും ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെയും, അതായത് 2 സ്ഥലത്തും യുദ്ധം ചെയ്താൽ ഇസ്രായേൽ സേനയ്ക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നാണ് US-ലെ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി വിലയിരുത്തുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റ് ചെയ്യുന്നത്. ലെബനൻ അതിർത്തിയിൽ നേരത്തെ തന്നെ വെടിവെപ്പ് ചെറിയ തോതിലായിരുന്നെങ്കിലും ലെബനനിൽ വെച്ച് ഹമാസിന്റെ സൈനിക തലവൻ സാലിഹ് അൽ അറൗറി കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇസ്രായേലി ഇന്റലിജൻസ് കേന്ദ്രം ഹിസ്ബുള്ള മിസൈൽ ആക്രമണത്തിൽ തകർക്കുകയും ചെയ്തിരുന്നു. ലെബനൻ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മറ്റൊരു യുദ്ധം ആരംഭിക്കുന്നതിനെതിരെ അമേരിക്ക ഇസ്രായേലിനെ സ്വകാര്യമായി താക്കീത് ചെയ്തതായും വാഷിംഗ്ടൺ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ പിടിയിലായിട്ടുണ്ട്.
ഗാസയിലെ സാധാരണ ജനതയെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കുകയാണ് ഇപ്പോൾ ഹമാസും ഹിസ്ബുള്ളയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ച് ആക്രമിക്കപ്പെടാതിരിക്കാൻ, അപകടത്തിൽ അകപ്പെടാതിരിക്കാൻ, അവരുടെ ശരീരം സൂക്ഷിക്കാൻ കൃത്യമായും ലെബനൻ അറിയാം, ഹിസ്ബുള്ളക്കറിയാം, ഹമാസിനറിയാം. ഗാസക്കാർക്ക് അറിയില്ലല്ലോ. ഗാസക്കാർക്ക് സുരക്ഷ ഒരുക്കേണ്ടുന്ന ഹമാസ് ഖത്തറിലും ഇറാനിലും ഒക്കെ സുഖവാസത്തിലല്ലേ. ഇപ്പോൾ തുടർച്ചയായി ഹമാസിന്റെ നേതാക്കൾ കൊല്ലപ്പെടുന്നു, ലെബനനിൽ ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെടുന്നു, അതും മുൻനിര നേതാക്കൾ. ഇപ്പോൾ ഹമാസിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന തലകളാണ് മൊസാദ് ലക്ഷ്യം വെച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അറിയാതെ അനുയായികൾ വിഷമിച്ചു നിൽക്കുമ്പോൾ മാത്രമേ അവരെ മുഴുവനായും ഇസ്രായേലിന് കീഴ്പ്പെടുത്താൻ സാധിക്കൂ. ഹിസ്ബുള്ളയുടെ തല കൊയ്ത ഇസ്രായേൽ, ലെബനനോട് യുദ്ധം പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, യുദ്ധവിജയം ആഘോഷിക്കാൻ ഗാസയിൽ സൈനിക വേഷത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു, ഗാസയിൽ ക്യാമ്പ് ചെയ്ത് ഗാസയുടെ അവകാശം ജൂതർക്കെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി. കർമ്മ ബിഗ് ബ്രേക്കിംഗ്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇപ്പോൾ ഗാസയിൽ എത്തിയിരിക്കുകയാണ്. വടക്കൻ ഗാസയിലെ സൈനിക കേന്ദ്രങ്ങളിൽ സൈനിക യൂണിഫോം ധരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈനികരോടൊപ്പം പങ്കെടുക്കുകയാണ്. അദ്ദേഹം തോക്കുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ എന്തി ഒരു സാധാരണ സൈനികനായി, മുമ്പും നെതന്യാഹു സൈനികനായിരുന്നു. സൈനിക വൃത്തിയിൽ നിന്നാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായും ഒരു രാഷ്ട്രീയക്കാരനായും നെതന്യാഹു രൂപപ്പെട്ടത്. ഇപ്പോൾ യുദ്ധത്തിന്റെ മുഖത്ത് തന്നെ ഒരു സൈനികനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നത്. ഇതൊക്കെ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. പല രാജ്യങ്ങളും ഇവിടെ യുദ്ധം നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സൈനിക വേഷം കെട്ടി ഇറങ്ങുവാണ് ശത്രുക്കൾക്കെതിരെ. ഇതിൽ കൂടുതൽ അവരുടെ സൈനികർക്ക് എന്ത് വേണം? ഊർജം. ഇതിൽ കൂടുതൽ മോട്ടിവേഷൻ എന്താണ് വേണ്ടത്? സ്വന്തം രാജ്യത്തിനു വേണ്ടി നിലപാടുകൾ എടുക്കുകയും ഉത്തരവുകൾ പ്രഖ്യാപിക്കുകയും അവരെ സുരക്ഷിതത്വത്തിലേക്ക് കൊണ്ടുപോകുകയും മാത്രമല്ല, എതിരാളിയെ കീഴ്പ്പെടുത്താൻ മുന്നിൽ നിന്ന് നയിക്കാനും ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ എന്നുള്ള മഹത്തായ ഒരു മോട്ടിവേഷനും കൂടിയാണ് ഈ ഒരു രീതിയിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകുന്നത്. ഭരണാധികാരികൾ ഇറങ്ങി യുദ്ധം ചെയ്യുക, അവർ മറ്റ് രാജ്യങ്ങളിൽ കടന്നു കയറി ആ അധിനിവേശ ഭൂമിയിലൊക്കെ കടന്നു കയറി ആ ക്യാമ്പുകളിൽ താമസിച്ച് അവിടെ യുദ്ധം ചെയ്യുക. വൈകി കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പ്രധാനമന്ത്രി നെതന്യാഹു സൈനിക ക്യാമ്പിൽ തങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഗാസയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി. ഇത് ഒരു വ്യക്തമായ സൂചനയാണ് ഇസ്രായേലിന്റെ. ഗാസ ഞങ്ങളുടേതാണ്. ബൈബിളിന്റെ പഴയ നിയമപ്രകാരവും അവരുടെ യഹൂദരുടെ ആചാരങ്ങൾ അനുസരിച്ചും അവരുടെ ഗോത്രത്തിൽ ഒന്നാണ് ഗാസ. ഗോത്രവർഗ ഭൂമിയാണ്. അവരുടെ ഗോത്രങ്ങൾ അധിവസിച്ച കാരണവന്മാരുടെ ഭൂമിയാണ്. അത് ചരിത്രത്തിൽ അത്തരം രീതിയിൽ തന്നെയാണ്. പിന്നെ അധിനിവേശം നടത്തുകയായിരുന്നു. ലോകത്ത് എക്കാലത്തും എല്ലായിടത്തും നടന്ന ഇസ്ലാമിക് അധിനിവേശം പോലെ ഗാസയിലും അധിനിവേശം നടത്തിയത്. അതിനു മുമ്പ് യഹൂദ മതത്തിന്റെ ആളുകളും അവരുടെ ഗോത്രങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. യഹൂദർക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ശേഷമാണ് ഈ ഇസ്ലാം മതം തന്നെ രൂപപ്പെട്ടത് എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. ചരിത്രത്തിന്റെ പുറകോട്ട് ഇപ്പോൾ അയോധ്യയിൽ നടക്കുന്നത് പോലെ ഒരു ഖർവാപസി ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തുകയാണോ എന്ന് പോലും സംശയിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗാസയിൽ പ്രധാനമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം എന്നിരിക്കുകയാണ് നെതന്യാഹു പറഞ്ഞത്. ലെബനോനുമായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. ഞങ്ങൾ ലെബനോനെതിരെ യുദ്ധം ചെയ്യുവാൻ റെഡിയാണ്. ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം, അതായത് ഹമാസിനെ ഉന്മൂലനം ചെയ്തു മറ്റൊരു ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിട്ടുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധ പ്രഖ്യാപനം ഗാസയുടെ മണ്ണിൽ നിന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണത്തിൽ വധിച്ചു. അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഗാസയുടെ മണ്ണിൽ നിന്നും പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഹിസ്ബുള്ള ലോകത്തിലെ വളരെ അപകടകരമായിട്ടുള്ള ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. നാറ്റോ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും ബ്രിട്ടനും എല്ലാം ഭീകര സംഘടനയാക്കി പ്രഖ്യാപിച്ചതാണ്. അറബ് രാജ്യങ്ങളായ ഗൾഫ് മേഖലയിൽ ഉടനീളം ഹിസ്ബുള്ളയ്ക്ക് നിരോധനമുണ്ട്. പ്രത്യേകിച്ച് സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഹിസ്ബുള്ള എന്ന് കേട്ടാൽ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായിട്ട് സംശയിക്കുന്നവരെ പോലും തലയർത്തോ അല്ലെങ്കിൽ വെടിവെച്ച പോലും. അതാണ് സൗദിയുടെയും UAEയുടെയും നിലപാട്. അത്തരം ഇസ്ലാമിക കടുത്ത ഭീകരവാദം പുലർത്തുന്ന രാജ്യമാണ്. ഹിസ്ബുള്ളയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഡെത്ത് ഓഫ് അമേരിക്ക, ഡെത്ത് ഓഫ് ഇസ്രായേൽ, ഡെത്ത് ഓഫ് യഹൂദ എന്നുള്ളത് ഹിസ്ബുള്ളയുടെ അതിനു വേണ്ടിയിട്ട് മാത്രം രൂപീകരിച്ച ഒരു ഇസ്ലാമിക ഭീകര സംഘടനയാണ്. ഇപ്പോൾ ഇസ്ലാമിക ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ കമാൻഡറെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയെ വലിയ തോതിൽ പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. മുമ്പ് ഹിസ്ബുള്ള ഹമാസിന്റെ ഒരു നേതാവിനെ, തലവനെ ഹിസ്ബുള്ള ലെബനോനിൽ കൊണ്ട് ഒളിവിൽ പാർപ്പിച്ചു. ഒളിയിടത്തിൽ കയറി ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം ഇപ്പോൾ ഹിസ്ബുള്ള, അതായത് ഇസ്രായേലിനെ തകർക്കാൻ ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും പലസ്തീനിലെ ഹമാസും പ്രഖ്യാപിച്ച് മുന്നിൽ നിന്ന് നയിക്കുകയും ഇറാനും ഖത്തറും തുർക്കിയും ചൈനയും ഒക്കെ പിന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാനും പിന്നിൽ നിന്ന് തുടരാനും ഞങ്ങൾ റെഡിയാണ്. ആരുമായും യുദ്ധം ചെയ്ത്
ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഉറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മഹത്തായ ഒരു ചാലഞ്ചാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.